ഞാൻ സീരിയസ്ലി 4 കോഴ്സും കൂടി ഇവരെന്താ പഠിപ്പിക്കണേ വെറുതെ. അപ്പൊ ഞാൻ ഓർത്തു എല്ലാവരുടെയും കയ്യിൽ 2800 ഇങ്ങനെ എടുക്കുമായിരിക്കും, അങ്ങനെ എന്നിട്ട് അത് തട്ടിപ്പായിരിക്കും, ഒരു ഫേക്ക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. AutoCAD അറിയോ, Revit അറിയോ, 3DS Max അറിയോ എന്നൊക്കെ. ഞാൻ അന്നേരം ആദ്യമായിട്ട് 3DS Max എന്താന്ന് പോലും എനിക്കല്ല, ഞാൻ അപ്പോഴാണ് കേൾക്കുന്നത്. ഞാൻ ഇന്റർവ്യൂക്ക് പോയപ്പോൾ നമ്മുടെ ഇവർ പ്രിപ്പയർ ചെയ്ത ഒരു 90% ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ നിന്നും ചോദിച്ചത്. ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് Avodha. അപ്പോൾ ഇന്നത്തെ കരിയർ ടോക്സിൽ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ അബോധയിൽ പഠിച്ച് പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിലാണ്. സ്റ്റുഡൻറ്റിൻ്റെ പേരൻസും ഉണ്ട്, അതേപോലെ ഇപ്പം ബ്രദറും ഉണ്ട്. അപ്പോൾ അവരോട് നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അബോധയായിട്ടുള്ള എക്സ്പീരിയൻസ് അവരോട് കൂടെ ഒന്ന് ചോദിച്ചറിയാം. ഇതെൻ്റെ പപ്പ വിജയ് കുഞ്ഞുമോൻ, ഇതമ്മ മറിയാമ്മ എം തോമസ്, ഇതിൻ്റെ ബ്രദർ സാൻജോ കെ വെളുപ്പ്. അബോധയെ കുറിച്ച് ഒരു അമ്പിളി എന്ന് പറഞ്ഞ കൺസൾട്ടൻ്റാണ് ആദ്യമായിട്ട് എന്നെ ഫോൺ ചെയ്യുന്നത്. അപ്പം ഞാൻ അബോധയെക്കുറിച്ച് മനസ്സിലാക്കിയത് അതൊരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണെന്നാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അബോധ ഒരു കൈത്താങ്ങാണ്. കാരണം അവർ ഫീസ് നമുക്ക് ജോലി കിട്ടിയ ശേഷം മാത്രമാണ് അവർ നമ്മളോട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അവർ തന്നെ നമുക്ക് ജോലി കണ്ടെത്തി തരികയും ചെയ്യുന്നുണ്ട്. എൻ്റെ മകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുകയും അവൾക്ക് അബോധ വഴി ഒരു ജോലി കിട്ടുകയും ചെയ്തു. അപ്പം അമ്പിളിയോടും അബോധയിലെ എല്ലാ മെമ്പേഴ്സിനോടും വളരെ നന്ദിയുണ്ട്. അവരുടെ സ്ഥാപനം മേൽക്കുമേൽ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ബ്രദർ കൂടിയുണ്ട്. ബ്രദറിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചറിയും. ഇപ്പോൾ ഞാനിപ്പോൾ 3rd ഇയർ മെക്കാനിക്കലാണ് പഠിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ ഇത് പഠിച്ച് ജോലി കിട്ടിയതോട് അപ്പോൾ എനിക്കും തോന്നുന്നു ഞാനും ഇത് അബോധ ചെയ്തതാണെങ്കിൽ എനിക്കും ഇതിൻ്റെ പ്രോഗ്രാം ഞങ്ങൾക്കും സോൾഡ് എഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ എനിക്ക് മുന്നേറാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനും 4th ഇയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം അബോധയെ ചേരണമെന്നൊരു ആഗ്രഹത്തിലാണ് ഞാനും ഇരിക്കുന്നത്. സാന്ദ്ര ഒന്ന് പരിചയപ്പെടുത്തുകയും. എൻ്റെ പേര് സാൻഡ്ര. അപ്പം എൻ്റെ വീട് എന്ന് പറയുന്നത് ആലുവയിലാണ്. ഞാൻ അബോധയിൽ പഠിച്ചത് AutoCAD 3DS Max, SketchUp, പിന്നെ Revit ആണ് പഠിച്ചത്. ആ കോഴ്സ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പം പ്ലേസ്ഡ് ആണല്ലേ? പ്ലേസ്ഡ് ആണ്. അപ്പം കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാം. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേബ ലാബ്സ് ആണ്. നമ്മുടെ കിൻഫ്രയുടെ അകത്തുള്ളൊരു കമ്പനിയാണ്. അതൊരു ഡിസൈനിങ് കമ്പനിയാണ്. നമ്മൾ ചെയ്യുന്നത് ലാബ്സിൻ്റെ ഡിസൈനും പിന്നെ ലാബ് ഫേർണിച്ചേഴ്സൊക്കെ മെയിനായിട്ട് ഡിസൈൻ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഓക്കെ. അപ്പം വർക്ക് അല്ല, ഓഫീസിൽ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. കമ്പനിയുടെ വർക്ക് എൻവയോൺമെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? കമ്പനി സപ്പോർട്ടീവ് ആണോ? ഞാനിപ്പോൾ ട്രെയിനിങ് ആണ്. ഞാൻ ജോയിൻ ചെയ്തിട്ടൊരു 1 വീക്ക് ആയേ ഉള്ളൂ. അപ്പോൾ ട്രെയിനിങ് ആയിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ, പിന്നെ ലാബ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിലെ ഫേർണിച്ചേഴ്സ് വെക്കുന്നത്, പിന്നെ അവർക്ക് കുറേ സ്പെസിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ ട്രെയിനിങ് ആണ് മെയിൻലി. അപ്പോൾ അതിന് അവർ ഭയങ്കര സപ്പോർട്ടീവാണ്, നമുക്കെല്ലാം പറഞ്ഞു തരും, ഭയങ്കര ഹെൽപ്ഫുള്ളാണ് സത്യത്തിൽ. സാന്ദ്ര എങ്ങനെ അബോധയെ പറ്റി അറിഞ്ഞു? അബോധയിലേക്ക് ഒന്ന് ജേണി ഒന്ന് പറയാമോ? അപ്പം ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞത് 2020 ആണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് MBAക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പിന്നെ കുറച്ച് നേരം ഞാൻ പഠിച്ചു, അത് എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഓൾറെഡി പഠിക്കുന്ന സമയത്ത് ഡിസൈനിങ് ഓൾറെഡി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഇൻ്റർവ്യൂസിന് പോയി. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്കുള്ള ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമുക്ക് ബിമ്മോ റിവിറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കോഴ്സ് പഠിക്കാം എന്നോർത്ത് ഞാൻ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ അങ്ങനെ പഠിക്കാൻ വേണ്ടി പോകാമെന്നൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോകാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രൈഡേ ഞാൻ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തു. എന്നിട്ട് മൺഡേ ജോയിൻ ചെയ്യാം. അങ്ങനെ എല്ലാം സെറ്റായിരിക്കുമ്പോഴാണ് അബോധയെന്നൊരു അമ്പിളി എന്ന് പറഞ്ഞൊരു കൺസൾട്ടൻ്റ് എൻ്റെ അമ്മേനെ വിളിച്ചു. എന്നിട്ട് അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു AutoCAD Revit അങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ട്, 4 സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കും, താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ആക്ച്വലി ഒരു കോഴ്സിന് തന്നെ അത്യാവശ്യം 20,000 30,000 അങ്ങനെ എന്തോ പഠിക്കാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ 4 കോഴ്സസ് കിട്ടും. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂക്ക് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ നമ്മളോട് AutoCAD അറിയോ, Revit അറിയോ, 3DS Max അറിയോ എന്നൊക്കെ. ഞാൻ അന്നേരം ആദ്യമായിട്ട് 3DS Max എന്താണെന്ന് പോലും എനിക്കറിയാം. ഞാൻ അപ്പോഴാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു മറ്റെവിടുത്തെ ഒരു കോഴ്സിന് തന്നെ ഇത്രയാകുമ്പോൾ
ഇത് ആക്ച്വലി നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അങ്ങനെ അമ്പിളി എന്ന് പറഞ്ഞ കൺസൾട്ടൻറ്റ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡൗട്ടായിരുന്നു ഇത് ശരിക്കും ഉള്ളതാണോ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇച്ചിരി കൂടെ ഹയർ ആയിട്ടുള്ളൊരു സാറ് വിളിച്ചു. ആ സാറിൻ്റെ പേര് ജിതിൻ എന്ന് പറഞ്ഞൊരു സാറാണ്. അപ്പം പിന്നെ ആ സാറിനോട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി ഒക്കെ വന്നു. പിന്നെ ഞങ്ങൾ ഫ്രൈഡേ തന്നെ ജോയിൻ ചെയ്തു അവിടെ. അങ്ങനെയാണ് അവോധയിലേക്ക് വന്നത്. അപ്പം AutoCAD സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ AutoCAD കോഴ്സ് എടുക്കാൻ നേരത്ത് ഓഫ് കോഴ്സ് യൂട്യൂബിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കുകയാണ് സാമ്പിൾ ക്ലാസ്സിന് വേണ്ടി. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് അവോധയുടെ ക്ലാസ് വിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് കമ്പയർ ചെയ്യുമ്പം ബെറ്റർ ആയിരുന്നോ? ഈ യൂട്യൂബിലെ റോ വീഡിയോസ് പോലാണോ? അല്ല, നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ കാണുമ്പോൾ നമുക്ക് ലിമിറ്റഡ് അല്ലേ, നമുക്കത് കാണുക എല്ലാം അങ്ങനെ നമുക്ക് കാണുക. അപ്പം നമുക്ക് ഡൗട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് പ്രീ റെക്കോർഡഡ് സെഷൻസ് ആണെങ്കിലും നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് അതിൽ ചോദിക്കാം. അപ്പം അങ്ങനെ നമുക്കൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ. നമ്മളിപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റ് പറ്റും. പക്ഷേ ആ തെറ്റ് നമുക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു തരാൻ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ആ ഒരു അഡ്വാൻറ്റേജ് എനിക്കതാണ് തോന്നിയത്. ഓക്കെ, 9 hour ലൈവ് സെഷൻ ആണ് അവോധയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ടൈമിൽ എത്ര അഡ്മിഷൻ കോഴ്സ് ചെയ്യുന്ന ടൈമിൽ എത്ര ടൈം ഉണ്ടായിരുന്നു? ഞാൻ 7 o'clock ഒരു ലൈവ് സെഷൻ ഉണ്ട്. അപ്പൊ അതിൽ കയറിയാണ് നമുക്ക് ടീച്ചേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തോണ്ടിരുന്നത്. ഞാൻ 1 hourലായിരുന്നു കയറിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. ടൈമിൽ ക്ലിയർ ആയി പോയിരുന്നു. അത് അവര് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ടീച്ചേഴ്സിനൊക്കെ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന്. അപ്പൊ അവര് നമുക്ക് നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. അപ്പം അവോധയിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയായിരുന്നു പ്രൊസീജിയർ? ഈ പ്ലേസ്മെന്റ് വരെയുള്ള ആ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? ഓക്കെ, അപ്പം നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ജോബ് ഐഡിക്ക് വേണ്ടി സെർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ജാപ്പ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ AutoCAD ആണല്ലോ, അപ്പോൾ AutoCADനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ജോബ് ഐഡി കിട്ടും. അപ്പോൾ ഞാൻ അതിങ്ങനെ വരുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയൊരു ജോബ് ഐഡി വന്നപ്പോൾ ഞാൻ ജാപ്പ് സെഷൻ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മോക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ജാബ് സെഷനിൽ നമുക്ക് ഭയങ്കരമായിട്ട് അവർ നമ്മൾ ട്രെയിൻ ചെയ്യും. ഇപ്പം ഞാനൊരു കമ്പനി എനിക്ക് ഈ ടൈറ്റിലാണെന്ന് നമ്മൾ പറയുമല്ലോ, അപ്പം തന്നെ എന്താണ് ജോബിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് മിസ് ആദ്യം പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതനുസരിച്ച് നമ്മളെ ട്രെയിൻ ചെയ്യും. ഇപ്പോൾ AutoCAD മാത്രം മതിയെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് ട്രെയിനിങ് തരും. അല്ലെങ്കിൽ റിവിറ്റും കൂടെ വേണം. എൻ്റെ എന്ന് വെച്ചാൽ 3DS മാക്സും AutoCADും രണ്ടും വേണമായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 days 3 days ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ മാം നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. മോക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ മാം നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ CV, റെസ്യൂമേ. ഞാൻ ആക്ച്വലി എൻ്റെ ജോബ് ഐഡിക്ക് കിട്ടണതിന് മുന്നേ തന്നെ ജാപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ തന്നെ ആ മാം നമുക്ക് റെസ്യൂമേ എങ്ങനെയാണ് നമുക്ക് കോളേജിൽ നിന്ന് പഠിക്കാമല്ലോ, അവർ നമുക്ക് പറഞ്ഞു തരും. പക്ഷേ പോർട്ട്ഫോളിയോ ഒക്കെ നമുക്ക് കോളേജിൽ പറഞ്ഞു തരത്തില്ല. അപ്പോൾ പോർട്ട്ഫോളിയോ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് AutoCADൻ്റെ പോർട്ട്ഫോളിയോ വെക്കേണ്ടത്, അതുപോലെ റിവിറ്റിൻ്റെ ഏത് തരത്തിൽ വെക്കണം. അപ്പം എല്ലാത്തിനും ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. എല്ലാം ഒരേപോലെ വീടുകൾ വരച്ച് വെച്ചാൽ നമുക്കൊരു കാണുന്നവർക്ക് ഇത് റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നും. അപ്പോൾ ആ മിസ് നമുക്ക് ടോപ്പോഗ്രാഫി ചെയ്യാം. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ആ ഒരു 2-3 ദിവസം എനിക്ക് ജോബ് ഐഡി കിട്ടുന്നതിന് മുന്നേ ജാപ്പിൽ കയറി ആ ഒരു സെഷൻ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഐഡിയും കൊണ്ട് കയറിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ളി അതിന് ബേസ്ഡ് ആയിട്ട് നമുക്ക് 3DS മാക്സിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു സെഷൻ 3DS മാക്സിന് നമുക്ക് ക്വസ്റ്റ്യൻ വരുമല്ലോ. അപ്പോൾ അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ ആ സെഷൻ കഴിഞ്ഞു. പിന്നെ മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം അത് പാസ്സായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ നേരത്തെ റെസ്യൂമേ, പോർട്ട്ഫോളിയോ, അതുപോലെ തന്നെ വീഡിയോ റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു 1 week കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്പനിയിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്തു. സേബ ലാബ്സിൽ നിന്ന് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, എപ്പോഴാണ് ടൈം എനിക്ക് വരാൻ സൗകര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂക്ക് പോയി. ഇൻ്റർവ്യൂ തേഴ്സ്ഡേ എങ്ങാണ്ട് വരുന്നു. അന്ന് തന്നെ വൈകുന്നേരം ആയപ്പോൾ അവർ രാത്രി കോൾ ചെയ്തു. എന്നിട്ട് ഹയർഡ് ആയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയായിരുന്നു ആ ഒരു ജേർണി. ഓക്കെ, അപ്പോൾ കമ്പനിയിൽ ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു? ഡയറക്റ്റ് മോക്ക് ഇന്റർവ്യൂ ഇവിടെ ഉണ്ടായിരുന്നു. അത് പാസ്സായി കഴിഞ്ഞിട്ട് കമ്പനിയുടെ നമുക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ടെസ്റ്റ്. ഈ കമ്പനി ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജാപ്പിൽ നിന്ന് ഓഫ് കോഴ്സ് ഒരു കോൺഫിഡൻസ് കിട്ടി കറക്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്തിരുന്നു. നമുക്ക് എങ്ങനെയാണ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഇന്റർവ്യൂവിൽ പറയണം, എന്തൊക്കെ നമ്മൾ പറയരുത്, നമ്മുടെ സ്കിൽസ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ വീക്ക്നെസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ ഇതിൽ വീക്കാണെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ഈ കൊച്ചിന് അതൊരു വീക്ക്നെസ്
വീക്ക്നെസ് ആണ്, അപ്പോൾ അത് എടുക്കണ്ടെന്നുള്ളൊരു സാധനം വരുമല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീക്ക്നെസ്സിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, നമ്മുടെ സ്ട്രെങ്ത് എങ്ങനെ, അപ്പോൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ അതായത് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് നമ്മുടെ അവോധയിൽ നിന്ന് തന്നെ ഒരു സ്റ്റുഡൻ്റ് ആണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. ആ കുട്ടിയും ടെസ്റ്റ് പാസ്സായി, ഞങ്ങൾ രണ്ടുപേരും ടെസ്റ്റ് പാസ്സായിരുന്നു. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് പാസ്സായിട്ട് ഞാൻ ഇൻ്റർവ്യൂക്ക് പോയപ്പോൾ നമ്മുടെ ഇവർ പ്രിപ്പയർ ചെയ്ത ഒരു 90% ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ നിന്നും ചോദിച്ചത്. അപ്പം ഞാൻ ആക്ച്വലി ഇവിടെ നിന്നേ പ്രിപ്പയർഡ് ആയിരുന്നല്ലോ. അപ്പോൾ എനിക്ക് അവർ ചോദിച്ചപ്പോൾ എനിക്ക് ഫുള്ളി എനിക്കറിയാമായിരുന്നു, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഫുള്ളി ഓൾറെഡി പഠിച്ച പോലെ എനിക്ക് പറയാൻ പറ്റി. സത്യം പറഞ്ഞാൽ അത് ഇവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ് കൊണ്ടായിരുന്നു. അല്ലാണ്ട് ഇപ്പം ഞാൻ തന്നെത്താനെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുമോ എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഓൾറെഡി പ്രിപ്പയർഡ് ആയതുകൊണ്ട് എനിക്കതൊക്കെ ആൻസർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം അവോധയെ പറ്റി കേട്ടപ്പോൾ തന്നെ 2800 എന്നൊരു ഫീസ് സ്ട്രക്ചർ കേട്ടാണ്, അല്ലെങ്കിൽ പഠനം കഴിഞ്ഞിട്ട് പണം അടയ്ക്കാം, പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് എന്നും കേട്ടാണ്. അപ്പം ആദ്യം കേട്ടപ്പോൾ എന്ത് തോന്നി? 2800 AutoCAD പോലൊരു കോഴ്സ് ഒക്കെ ചെയ്ത ഇത് വെറുതായിരിക്കും തോന്നിയിരുന്നു? എനിക്ക് തോന്നിയിരുന്നു ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ആക്ച്വലി ആദ്യം അമ്പിളി എന്ന് പറഞ്ഞ കൺസൾട്ടൻ്റ് ആണല്ലോ നമ്മളെ വിളിക്കുകയുള്ളൂ. അപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകാനിരുന്നതുവാ. അപ്പോൾ അവിടെ അത്യാവശ്യം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കുറച്ച് നാൾ മുന്നേ ആയതുകൊണ്ട്. എന്നാലും 20,000 ഒക്കെ ആയിരുന്നു തോന്നുന്നു. അത് ബിമ്മിൻ്റെ ഏതോ കോഴ്സിന് അങ്ങനെ എന്തോ ഒരു ഫീസായിരുന്നു. അപ്പം ഞാൻ സീരിയസ്ലി 4 കോഴ്സും കൂടി ഇവരെന്താ പഠിപ്പിക്കണേ വെറുതെ. അപ്പം ഞാൻ ഓർത്തു എല്ലാവരുടെയും കയ്യിൽ 2800 ഇങ്ങനെ എടുക്കുമായിരിക്കും, അങ്ങനെ എന്നിട്ട് അത് തട്ടിപ്പായിരിക്കും, ഒരു ഫേക്ക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് വേറെ സാറ്, ഞാൻ മലജിതി എന്ന് പറഞ്ഞ സാറിനോടൊക്കെ സംസാരിച്ചു. അപ്പോഴും നമുക്കിത് ഫേക്ക് ആണോ എന്താ. അപ്പം ഞാൻ വിളിച്ചു എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ അമ്മയൊക്കെ സംസാരിച്ചു ആ സാറിനോട്. അപ്പോൾ എന്നിട്ട് ആ സാറ് പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഫുള്ളി പേയ്മെന്റ് ചെയ്താൽ മതി. ആദ്യം 1400 പകുതി ഫീസ് പേ ചെയ്ത് അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫ്രൈഡേ ആണല്ലോ നമ്മൾ പേയ്മെന്റ് നടത്തി 1500 ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സാറ്റർഡേയും സൺഡേ ഒക്കെ ഞാൻ ഇതിനു മുന്നേ അവധ കേട്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സൺഡേ ഒക്കെ യൂട്യൂബിലും നോക്കുമ്പോൾ കമൻസ് ഒക്കെ ഓഫാക്കി വെച്ചേക്കുക. അപ്പം ഞാൻ ഓർത്ത് ഇതെന്താ കമൻസ് ഓഫാക്കി വെച്ചേക്കണേ, ഇത് ഫേക്ക് ആണോ ദൈവമേ, പൈസ പോയോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് വന്നു. അത് കഴിഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ നോക്കിയപ്പോൾ ശരിക്കും കമൻസ് ഒന്നും ശരിക്കും കാണുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കോഴ്സ് ആക്റ്റീവ് ആയത് മൺഡേ മുതലാണ്. പക്ഷെ മൺഡേ മുതൽ AutoCAD നന്നായിട്ട് എനിക്ക് ഓൾറെഡി AutoCAD അറിയാം. അപ്പോൾ AutoCAD അറിയാവുന്ന കോളേജിൽ നമുക്ക് അത്യാവശ്യം AutoCAD പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ AutoCAD അറിയാവുന്നത് കൊണ്ട് നമുക്ക് അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണോ. അപ്പോൾ അപ്പോഴാണ് എനിക്കൊരു ഓക്കെ, ഫീസ് ഇത്ര ഉള്ളെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്. അതൊരു സത്യം പറഞ്ഞ ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് കിട്ടിയത്. മീൻസ് എൻ്റെ ജനറേഷനിൽ അറ്റ്ലീസ്റ്റ് കിട്ടിയത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ജോബ് കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടുകാരെ അധികം ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല. കുറച്ചൊരു മണി ആദ്യം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമ്പോൾ നമ്മൾ പേ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് ഭയങ്കര സത്യം ഭയങ്കര ഒരു ഹെൽപ്ഫുൾ, ആ ഒരു ഐഡിയ വളരെ നല്ലതായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ അവോധ അതുപോലെ തന്നെ അവോധ ചൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ AutoCAD അവോധയിൽ പഠിക്കാതിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. അവർക്ക് അവോധ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, അതിൽ എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ടോ അവോധയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിനോട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞുള്ളൂ താൻ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് അവരും എൻ്റെ ഫ്രണ്ട് വർക്കിംഗ് ആണ്. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ പാരലായിട്ട് പഠിക്കണം എന്നുണ്ട്. പക്ഷെ നമുക്ക് ജോലി കളഞ്ഞിട്ട് പോയി പഠിക്കാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു ഇത് തൻ്റെ സൗകര്യം, തനിക്ക് എപ്പോഴാണ് പ്രീ റെക്കോർഡ് വീഡിയോസ് ആണ്, അപ്പം തനിക്ക് ഇത് തൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് തനിക്ക് പഠിക്കാമല്ലോ എന്ന് ഞാൻ അയാളോട് ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും എന്നോട് ചോദിക്കണവരോടൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ അവോധയിൽ പഠിക്കുന്നത് നല്ലതാണ്. നമുക്ക് 4 കോഴ്സസ് സ്കെച്ചപ്പും കൂടെ നമ്മൾ പറയുമ്പോൾ നമുക്ക് സ്കെച്ചപ്പ് പറഞ്ഞില്ലായിരുന്നു, പക്ഷേ എക്സ്ട്രാ നമുക്ക് വേറൊരു സോഫ്റ്റ്വെയറും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ അയാളോട് എപ്പോഴും പറയും. പിന്നെ പഠിക്കാൻ വന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും ജോലി കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ സൗകര്യത്തിന് കയറിയാൽ പോരെ, എന്നാൽ ഞാൻ ഇന്ന് കയറുന്നില്ല അങ്ങനെയൊക്കെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ആവണത് അത് ഭയങ്കര ഇതായിരിക്കും. അല്ലാണ്ട് നമ്മൾ ശരിക്കും പാഷനേറ്റ് ആണ്, എനിക്കൊരു ജോലി വേണം, എനിക്ക് എൻ്റെ അറിവ് വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ടും നമുക്ക് കുറേ നോളജും ഗെയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ്
ഫസ്റ്റ് ആദ്യമായിട്ട് പോയ ഇന്റർവ്യൂ ആണ്. അവോധ പഠിച്ചിറങ്ങിയ ശേഷം അവോധയിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് എനിക്കൊരു ജോബ് ഐ ഡി, ഇതിനു മുന്നേ ഞാൻ പറഞ്ഞില്ലേ ജോബ് ഐ ഡി കിട്ടുന്നതിന് മുന്നേ ഞാൻ ജാപ്പി വെറുതെ കയറിയിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും ജോബ് ഐ ഡി കൊണ്ട് കയറിയ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് സേബ ലാബ്സിന്റെ. അത് തന്നെ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളത്രയും പാഷനേറ്റ് ആയിട്ട് ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞെന്ന് ഓർത്ത് പഠിത്തം നിർത്തിയില്ല. നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി നോക്കി. അപ്പൊ നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവോധയിൽ നിന്ന് തന്നെ പ്ലേസ്ഡ് ആവാന്നാണ് എനിക്ക്. അതെ അതെ. സാന്ദ്ര ഈ ഒരു എപ്പിസോഡ് നമുക്ക് വേണ്ടി ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവതരിപ്പിച്ചതിനും ഒക്കെ ഈ ഇത്ര ഒരു ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിനും ഒരു വലിയ താങ്ക്സ് ഉണ്ട്. താങ്ക് യു. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്ക് വിത്ത് അവോധ. താങ്ക് യു.